ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ കുറച്ചൊരു വീഡിയോ കണ്ടാലോ. അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ട് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം. പാർട്സ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഓട്ടട ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ ഓട്ടടയ്ക്ക് കറിയാണ് പാർട്സ് കറി. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ വലിയുള്ളിയും കറിവേപ്പിലയും ഇട്ടെടുക്കാം. ഇതിട്ട് ഉലുവയാണ്, 2 മണി ഉലുവ ഇട്ട്. അപ്പോൾ ഉള്ളി വാടി വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇളക്കി വെച്ചാൽ ഉള്ളി വാടി കിട്ടും. അപ്പോൾ തക്കാളി, വെളുത്തുള്ളി, ചപ്പ്, പിന്നെ ഇഞ്ചി, പച്ചമുളക് ഒക്കെ പാടെ അടിച്ചു വെച്ചത്, മിക്സിയിൽ അടിച്ചു വെച്ചതാണ്. അതിക്ക് ഇത് കറി കുറുകി കിട്ടാൻ ഒരു ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്. ഇതിക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് വാടിക്കിട്ടട്ടെ. അപ്പോൾ ഇതിന് നമ്മളെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. അതെടുക്കുക. നല്ല ഓട്ടയൊക്കെ വന്ന നല്ല ഓട്ടടയാണ്. ചട്ടി നീങ്ങി പോണൊക്കെയുണ്ട്. ഒറ്റക്കൈ കൊണ്ട് എടുത്തിട്ട് പാർന്നെടുത്ത് നമ്മളെ ചിക്കൻ കറിമൊക്കെ തന്നെ വരാം. മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പച്ചമുളക് അടിച്ചതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് മതി. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും മസാല നല്ലോണം ഒന്ന് വാടിക്കിട്ടിട്ട് കഴുകി മുറിച്ച് വെച്ച പാർട്സാണ്, ലിവറാണ്. ഇത് നമുക്ക് തീക്കിട്ടെടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പുളി ഒരു അപ്പോൾ നമ്മുടെ മിക്സി ജാറിൽ നമ്മളെടുത്താലും അതിൽ കുറച്ചൊക്കെ ബാക്കി ഉണ്ടാകും. അത് ആ മിക്സി ജാർ ചുവട്ടിക്കാണ് വെച്ച് കൊടുക്കേണ്ടതിക്ക്. അപ്പോഴേക്കും വീണ്ടും നമ്മളെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഓട്ടടക്ക് വറ്റും അരി അരച്ചു. എന്നിട്ട് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പാകത്തിന് വെള്ളവും ഉണ്ട്. ഇതൊക്കെ ഇട്ടെടുത്ത് കറി ഒന്ന് മൂടി കൊടുക്കുക. കുക്കറ് നമുക്ക് അടിച്ചെടുക്കാം. കുക്കറിന് മൂടിക്ക് കൈയൊന്നുമില്ല. കൈ പോയത് പിന്നെ ശ്രദ്ധിക്കൂല. കൈ പോന്നാൽ പിന്നെ കുറച്ച് കാലത്തിന് അതിമക്കൊന്നും ശ്രദ്ധിക്കൂല. അടുക്കള ഭാഗത്ത് കോഴിക്കോട് ഉണ്ടായതുകൊണ്ട് തന്നെ കോഴിക്കൾ കൂണ സൗണ്ടൊക്കെ കേൾക്കും. നമ്മൾ ഓട്ടടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡി ആയിട്ട് ഓട്ടടിയും കറിയും തിന്നണ ഇത് കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല വേണം. അതെടുത്തോണ്ടിരാൻ പോവാം. അപ്പോൾ നമുക്ക് ഓട്ടടയും കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓട്ടടയും കറിയും കൂട്ടി ചായ കുടിക്കാം. നമ്മൾ ചായ കുടിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നാളത്തെ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും.